ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 22-ാം വാക്യം. നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാര് ഈശോയുടെ അടുത്ത് വന്നിട്ട് വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. അതിന് മറുപടി അവൻ പറയുന്നതാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയി യോഹന്നാനോട് ഇത് കേൾക്കുമ്പോൾ അവന് മനസ്സിലാവും ഞാൻ രക്ഷകനാണോ അല്ലയോ എന്നുള്ളത്. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനം ഈശോ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അവഗണിച്ചു പോകുന്ന സത്യത്തെക്കുറിച്ച് ഈശോ പറഞ്ഞു തരികയാണ്. ഒത്തിരിയേറെ അനുഭവങ്ങൾ ദൈവം തൊട്ട് കടന്നുപോയ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പല പാപത്തിൽ നിന്ന്, പല അപകടങ്ങളിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ പൊതിഞ്ഞ് സംരക്ഷിച്ച നിമിഷങ്ങൾ. പക്ഷേ പലപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല. ഈ അനുഭവത്തിൽ നിന്ന് മിശിഹായെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത് അതാ, ചുറ്റുപാടിൽ നിന്ന് ദൈവത്തെ കാണാനായിട്ട് പറ്റുന്നില്ല. ദൈവം സ്വർഗത്തിലിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രം നമ്മൾ കാണുക, അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുക. നമ്മുടെ കൂടെ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലും എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. പലപ്പോഴും നമ്മളൊക്കെ ബലഹീനരായതുകൊണ്ട് ചില പാപങ്ങൾക്കൊക്കെ നമ്മൾ വീണു പോകാറുണ്ട്. പക്ഷേ ആ പാപത്തിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ കൈപിടിച്ച് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വീണ്ടും പാപത്തിൽ വീഴാതിരിക്കാനായിട്ട് പറ്റണം. അത് ദൈവത്തിൻ്റെ സംരക്ഷണമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇന്നും എനിക്ക് സാധിക്കുന്നില്ല. ചില അപകടങ്ങളിൽ നിന്നൊക്കെ എന്നെ ദൈവം പൊതിഞ്ഞ് സംരക്ഷിച്ചിട്ടും ഇന്നും ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വിശ്വാസത്തോടു കൂടി കടന്നു വരുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. സ്നേഹമുള്ളവർ, നമ്മൾക്ക് ഇന്ന് ഈ നിമിഷം ജീവനോടുകൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവല്ല, എൻ്റെ ദൈവം എനിക്ക് തരുന്ന ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. സ്നേഹമുള്ളവർ, ഈ ഒരു സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിച്ചാൽ പിന്നീട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിരാശപ്പെടത്തില്ല. നമ്മൾ ഒരിക്കലും വേദനിച്ച് കരഞ്ഞ് ജീവിക്കത്തില്ല. എൻ്റെ ദൈവം എന്നെ സംരക്ഷിച്ചുകൊള്ളും എന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട് പറ്റും. ജീവിതത്തിലെ നിരാശകൾ മാറിപ്പോവും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ഈ ഒരു സംരക്ഷണം മനസ്സിലാക്കാം. ചുറ്റുപാടുമുള്ള കാര്യങ്ങളിൽ നിന്ന് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട്, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അവൻ എന്നെ തൊട്ട് തഴുകി കടന്നു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട്, സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.